ഹലോ, വെൽക്കം ടു മോംസ് റുട്ടീൻ. എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളുടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇന്നലെ സ്കൂളില്ലാത്ത ദിവസമാണല്ലോ, ഞായറാഴ്ച. അപ്പോൾ ഇന്നലെ അടുത്ത കുറച്ച് വിശേഷങ്ങളാട്ടോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ അന്നത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുളം കാണിക്കുമോ എന്നൊക്കെ ചില കൂട്ടുകാർ ചോദിക്കും. അപ്പോൾ ഇന്ന് കുളത്തിൽ കുറച്ച് അലക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. മഴക്കാല ക്ലീനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടു വെക്കുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഓരോരോ പണിക്കായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ പുറത്തേക്ക് വന്നതാട്ടോ. അപ്പോൾ മുറ്റത്ത് ഒരുപാട് കച്ചറകൾ കിടക്കുന്നുണ്ട്. തെങ്ങുമെന്ന് വീണിട്ടുള്ള തെങ്ങിൻ്റെ എന്തൊക്കെയോ വീണിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് വിറകിൻ്റെ ഇതൊക്കെ വീണിട്ടുണ്ട്, തേങ്ങ വീണിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു, കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു കറണ്ട് ഉണ്ടായിരുന്നില്ല, വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ എന്താണ് കാറ്റായിരുന്നു, മഴ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ ഈ ഭാഗത്തേക്കും അങ്ങനെ തന്നെ കേട്ടോ. നല്ല മഴയും കാറ്റൊക്കെ 3 ദിവസമായിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റാത്ത രീതിയിലുള്ള മഴയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തെങ്ങുമെന്നൊക്കെ വീണത് മുറ്റത്ത് ഇങ്ങനെ ഒരു തെങ്ങുള്ള കാരണം കൊണ്ടാകുമ്പോൾ തേങ്ങ വീഴും, ഓല വീഴും, പിന്നെ പട്ടിങ്ങ അതിൻ്റേതായിട്ടുള്ള കച്ചറകളൊക്കെ വീഴും കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ചു വാരിയാൽ പോകില്ലല്ലോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പെറുക്കിയിടുകയാണ് ചെയ്യണത്. കറണ്ടും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു രാത്രിയും ഒരു പകലും കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ കറണ്ട് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെള്ളം ഒരു ബക്കറ്റിൽ നമ്മളിങ്ങനെ അർപ്പൊന്നും വീഴുമല്ലോ, ആ വെള്ളത്തിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു ബക്കറ്റിൽ. പക്ഷേ 1-2 ബക്കറ്റ് വെള്ളം നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഒഴിച്ചപ്പോഴേക്കും കറണ്ട് വന്നിട്ടാ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുളമുള്ള കാരണം കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് പാത്രം കഴുകാൻ വരെ ഒരു ഇതിലാക്കിയിട്ട് ഒരു കൊട്ടയിൽ എന്താക്കിയിട്ട് നമുക്ക് കുളത്തിൽ കൊണ്ടുപോയിട്ട് കഴുകുകയൊക്കെ ചെയ്യട്ടെ. നമ്മൾ അടുത്ത് തന്നെയല്ല, ഈ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെയാണ് കുളം. അതുകൊണ്ട് അങ്ങനെയുള്ള വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വിറകിൻ്റെ ബുദ്ധിമുട്ടോ ഒന്നും എനിക്കില്ല കേട്ടോ. മാഷാ അല്ലാ, അവിടെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ ഇനിയിപ്പോൾ അവിടെ ഫ്രണ്ട് ഭാഗമൊന്ന് നേരാക്കിയതിൻ്റെ ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. കുട്ടികളുള്ള ദിവസമല്ലേ, അവർക്ക് മീൻ വാങ്ങിയാൽ വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഇതാവുമ്പോൾ വേഗം പണിയുണ്ട് ആവുമല്ലോ എന്ന് എഴുതിയിട്ട് പിന്നെ മന്തി ഇങ്ങനത്തെ ഉള്ളതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. ഇത് നമ്മൾക്ക് എന്നും ഉണ്ടാക്കി കൊടുക്കാനും പറ്റില്ല. മീൻ കഴിക്കാൻ കുറച്ച് ബാക്കിൽ കണ്ട മക്കൾ. പിന്നെ ഇപ്പോഴത്തെ മീൻ അങ്ങനെ വലിയ ടേസ്റ്റും കിട്ടണില്ല. അപ്പോൾ ഞാൻ കരുതിയിരുന്നപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും തന്നെ ആക്കാമെന്ന് കരുതി. ചിക്കൻ ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ സമയത്ത് ഞാൻ അതിൻ്റെ മുകളിലെ കച്ചറൊക്കെ ഇങ്ങനെ എടുത്ത് ഒഴിവാക്കിയിട്ട് ഓരോരോ പീസാക്കിയിട്ട് ഇങ്ങനെ കഴുകിയെടുക്കട്ടെ. ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മക്കളറിയും അത് ശരിയായിട്ടില്ല, എൻ്റെ മോൾക്കാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ചിക്കൻ അവൾ കഴുകൂല, ചിക്കൻ കറി ഉണ്ടാക്കും, ചിക്കൻ വെച്ച് പല ഐറ്റംസ് അവൾ ഉണ്ടാക്കും. അവൾക്ക് കുക്കിങ്ങിനോട് ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ അവൾക്ക് ഈ ഇത് ഇങ്ങനെ കഴുകി കൊടുക്കണം. അവൾ പറയും ഇതിൻ്റെ മുകളിൽ അങ്ങനെ കച്ചറ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾ പറഞ്ഞ് ഞരമ്പുണ്ട് എന്നൊക്കെ പറയട്ടെ. അങ്ങനെയൊക്കെ ഒരു നോട്ടമുള്ള മക്കളാണ്. അപ്പോൾ അവർ ഈ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ ചിക്കൻ കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെച്ച് ടാപ്പ് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ കഴുകിയെടുക്കലാണ്. വെള്ളത്തിന് കുറച്ച് കൂടുതൽ ചിലവാക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ ഞാൻ. വെള്ളം നമ്മൾ ഇങ്ങനെ ടാപ്പ് തുറന്നിട്ട് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ചിലരൊക്കെ എന്നോട് ഇങ്ങനെ കമൻ്റ് ആക്കിയിട്ട് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം കുറേ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ. ഇങ്ങനെ കഴുകണ കാര്യത്തിലൊക്കെ ഞാനിങ്ങനെ ടാപ്പ് ഇങ്ങനെ തുറന്നിടും. അതുപോലെ പാത്രം കഴുകുമ്പോഴും കുറച്ച് ഇങ്ങനെ ടാപ്പ് തുറന്ന് വെച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ കഴുകല്. അപ്പോൾ ഞാൻ എന്താ കരുതുന്നത് എഴുതിയിട്ടുണ്ടെങ്കിൽ തുറന്നിട്ടിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കഴുകുമ്പോൾ അതിൻ്റെ മുകളിലെ പതകളൊക്കെ വേഗം പോകുന്നിട്ടാ. ഓരോരോ പാത്രം കഴുകുമ്പോൾ അടിയുള്ള പാത്രത്തുമൊക്കെ പോകുമല്ലോ, അങ്ങനെ ഇതിനാണ് ഇങ്ങനെ തുറന്നിടട്ടാ. അല്ലാതെ അനാവശ്യമായിട്ട് വെള്ളമൊന്നും ഞാൻ കളയൂല അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ് ഫസ്റ്റായിട്ട് ചെയ്യുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടുങ്ങാണ്ട് ചിക്കന് പൊരിച്ചെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഉമ്മാക്ക് കറി വേണം. അപ്പോൾ ഞാനും കുട്ടികളും ആണെങ്കിൽ ഞാൻ അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതായാലും കുഴപ്പമില്ല. പക്ഷേ ഉമ്മ അത്യാവശ്യം കറിയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ കറിയാക്കാൻ എന്നാലും ഓവർ അങ്ങനെ വെള്ളമാക്കിയിട്ട് കറിയാക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്കൊന്ന് എപ്പോഴും ചിക്കനായാലും മീനായാലും ഒക്കെ കുറച്ച് ഇങ്ങനെ ഗ്രേവി ടൈപ്പിൽ കുറച്ച് കറിയാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് എല്ലാ കറികൾക്കും ടേസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കൂടുതലാക്കിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ചുണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. കുറേ ക്വാണ്ടിറ്റി നമ്മൾ കുറേ അളവിൽ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കുറയും. അതിപ്പോൾ കുറേശ്ശെ കിട്ടുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഇതാ വലിയ ഉള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ കറിക്ക്.
നാടനായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളോടാണ് എനിക്കിഷ്ടം ട്ടോ. ഇലക്കറികൾ അല്ലെങ്കിൽ ഉപ്പേരികളൊക്കെ കുഴച്ചിട്ട് ചോറ് കഴിക്കാനാണ് എനിക്ക് ആദ്യം മുതൽക്കേ ഇഷ്ടമുള്ളത്. പക്ഷേ അങ്ങനെ ഈ മക്കളുള്ള ദിവസം ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറൊരു കൂട്ടാൻ വേണം. മീൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് വേറൊരു കൂട്ടാൻ വേണം, ഉമ്മാക്ക് വേറൊരു കൂട്ടാൻ വേണം. അപ്പോൾ രണ്ട് പണിയാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഒറ്റ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഉണ്ടാക്കാമെന്ന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇന്ന് കുളത്തിലേക്കൊക്കെ ഒന്ന് പോകാനുണ്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ, അലക്കാനും ഇതാക്കാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. തുണിയൊക്കെ ഞാൻ മെഷീനിലിട്ടിട്ടാണ് കഴുകിയെടുക്കൽ. എന്നിട്ട് നമ്മൾ മുകളിൽ കൊണ്ടിടും. ചിലർ ഈ എന്താ പറയുക, കിച്ചണിൽ തുടക്കണ തുണികളും മാറ്റുകളും ചവിട്ടികളൊക്കെ മെഷീനിലിടുമെന്ന് പറഞ്ഞ് കേൾക്കാം. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുട്ടാ. ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ ഇടണ ഇതിൽ നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീനിൽ അഴുക്കാവില്ലേ എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കും. ചിലപ്പോൾ അവരത് കഴുകിയിട്ടായിരിക്കും മെഷീനിലിടുണ്ടാവുമായിരിക്കും. പക്ഷേ എന്നായാലും നമുക്ക് ഒരു താഴത്തിട്ടിട്ട് നമ്മൾ കാലൊക്കെ തുടക്കണ മാറ്റുകളും ഒക്കെ ഒന്ന് മെഷീനിലിടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ എന്തായാലും പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ മാറ്റുകളൊക്കെ കഴുകൽ അങ്ങനെയാണ്. പിന്നെ കിച്ചൺ ടവൽസ് ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകൽ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് രാത്രിയിൽ എന്താ പറയുക, ലിക്വിഡ്സൊക്കെ ആക്കിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഉണക്കാനിടാം രാത്രിയിൽ നമുക്ക് കിച്ചണിൽ വെച്ചിട്ട് തന്നെ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ടിപ്പായിട്ടുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ലിക്വിഡ്സ് നമ്മൾ തിളപ്പിച്ചിട്ട് സ്റ്റൗവിൻ്റെ മുകളിൽ തിളപ്പിച്ചിട്ട് അതിൽ ഈ തുണികളിട്ടിട്ട് കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വൃത്തിയാവും. അങ്ങനെയൊക്കെ ഞാൻ ഈ മഴ ആകുമ്പോൾ ചെയ്യലുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യലുണ്ട്. പക്ഷേ ഇടയ്ക്കൊന്ന് കൊണ്ടുപോയിട്ട് കല്ലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു വൃത്തി ഉണ്ടാവില്ലല്ലേ. അപ്പം നമ്മളിങ്ങനെ കിച്ചണിൽ എപ്പോഴും തുടക്കണതല്ലേ. ചിക്കൻ കറി ഇവിടെ അങ്ങനെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കന് ഞാൻ സാധാരണ വെക്കണ രീതി തന്നെയാണ് വെച്ചിട്ടുള്ളത്. ചിക്കൻ കറിയൊക്കെ നമുക്ക് പല ഐറ്റംസിലും വെക്കല്ലേ. ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഇല ഉണ്ടല്ലോ, അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനെന്താണെന്ന് പറയില്ല, ബിരിയാണി എല്ലാം നമ്മൾ പറയട്ടാ. നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൽ കറിയിൽ നമ്മൾ ചെറിയൊരു പീസ് ഇടാൻ പാടുള്ളൂ. പക്ഷേ നമ്മൾ ഈ നെയ്ച്ചോറിൽ ഈ ഇല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കിട്ടും. നിങ്ങളൊക്കെ ഇടലുണ്ടോ? അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പം എൻ്റെ വീട്ടിലൊക്കെ അവരൊക്കെ അത് കൊണ്ടുപോകലുണ്ട്, പറിച്ച് കൊണ്ടുപോകലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നെയ്ച്ചോറിലിടുമ്പോൾ നമ്മൾ സാധാരണ നെയ്ച്ചോറിടുന്നതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ നെയ്ച്ചോറ് ഉണ്ടാക്കണിനി. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ എപ്പോഴും അരി എടുക്കലിട്ട. അപ്പോൾ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കൽ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടിയാണ് ചേർത്ത് കൊടുക്കുക. നെയ്യ് മാത്രമായിട്ട് ഇടൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടാതെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് നല്ലൊരു വൃത്തി ഉണ്ടാവും കേട്ടോ. നമ്മൾ നെയ്യ് മാത്രം ഇട്ട് വെക്കുമ്പോൾ ഒരു ഒട്ടലാണ്. അപ്പോൾ നെയ്യ് കുറച്ചിട്ട് കുറച്ച് സൺഫ്ലവറും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഒട്ടാതെ കിട്ടാനും നല്ലതാണ്. ചിക്കൻ കറി ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെള്ളത്തിലാണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അത്ര മതി. ഉമ്മാക്ക് കുറച്ച് കറി കൊടുക്കാനും മക്കൾക്കും ഞങ്ങൾക്കൊക്കെ കൂടി ഇത്ര മതി. അപ്പോൾ അങ്ങനെ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറേ ഒരു പണികളുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇറങ്ങാനുണ്ട്. മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കേണ്ട ആവശ്യങ്ങളുണ്ടാവും അല്ലേ. നമ്മൾ സാധാരണ വേനൽക്കാലത്ത് നമുക്ക് വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് കിടക്കണ പോലെ അങ്ങനെ മഴക്കാലത്ത് വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് ഉള്ളിത്തോലുണ്ട് കേട്ടോ. അത് കൊടുന്നിടാൻ വേണ്ടിയിട്ട് ഉള്ളിൻ്റെയും പച്ചക്കറിൻ്റെ ഒക്കെ വേസ്റ്റ് ഇന്നലെ രാത്രിയിൽ മുട്ടൊക്കെ പൊരിച്ചപ്പോൾ മുട്ടത്തൊണ്ട് പിന്നെ ഉള്ളി തോലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളക് തൈക്കൊക്കെ കൊടുന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 സൈഡിലുണ്ട് മുളക് തൈയോളം കേട്ടോ. ഇതുമെന്ന് കുറേ മുളക് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുളകില്ലാത്ത മുളക് അങ്ങനെ കൂടുതൽ കൊണ്ടലില്ല, കുറേ ഇതുമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മീൻ കഴുകിയ വെള്ളവും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കായ പിടിക്കും. നമുക്ക് വേറെ വളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആകെ അത് മാത്രം മതി. അങ്ങനെ അതൊക്കെ കൊണ്ടിട്ട് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഈ കിണറിൻ്റെ ഈ സൈഡിൽ നന്നായിട്ട് ഇച്ചി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയല്ലോ, ഈ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നേരമാക്കിയാലും ചിലപ്പോൾ ഇച്ചിയൊക്കെ നമ്മൾ ഉരണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും പോവില്ല. അപ്പോൾ ഞാൻ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. കിണറിൻ്റെ സൈഡിലും പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലും ഒക്കെ നന്നായിട്ട് ഇച്ചി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചി എങ്ങനെ പിടിക്കുക എന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെയൊക്കെ തെങ്ങ് ഉണ്ട് കേട്ടോ. തെങ്ങുള്ള ഭാഗങ്ങളിൽ
മതിലിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് ഇച്ച് പിടിക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, മതിലൊക്കെ ആകെ നാശമായിട്ടുണ്ട്, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഈ മഴക്കാലം കൊണ്ട് കഴിയട്ടെ, എന്നിട്ട് വേണം നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മുറ്റം കാണാൻ വയ്യാത്തൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പോർച്ചാണ്, ഈ പോർച്ചിലും ഞാൻ ഇതേപോലെ തന്നെ അടിച്ചു വാരിട്ടൊന്ന് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പോർച്ചിൽ ഞാനിങ്ങനെ സാധാരണ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇട്ട ഒരവസ്ഥയാണ് കേട്ടോ, അല്ലാതെ നമ്മൾ അതിലൂടെ ഒരു കട്ടയോ കാര്യമൊന്നും പതിച്ചിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു ആഗ്രഹങ്ങളുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ മുറ്റത്ത് കട്ട ഇടാണ്ട ആഗ്രഹമൊന്നും എനിക്ക് വല്ലാതെ ഇല്ല. അപ്പോൾ ഇത് മതി, ഇങ്ങനെ പോയാലും മതി, മാഷാ അല്ലാഹ് ഉള്ളതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ അത് ഇനിയിപ്പോൾ അങ്ങനത്തെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് വീടിൻ്റെ പരിസരവും വീടും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ടിടേണ്ട ആവശ്യമില്ല എന്നിട്ട് അങ്ങനെ ഇട്ടതായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മെറ്റൽ കൂടെ വെള്ളം ഇങ്ങനെ പോകുന്ന കാരണം കൊണ്ടാണ് തോന്നുന്നുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ കുറേശ്ശെ ഇച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയും ഇത് ഇട്ട് കൊടുക്കുകയാണ്. ബ്ലീച്ചിങ് പൗഡർ ഇടുമ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ഡ്രസ്സുമൊക്കെ ആവുമെന്ന് പേടിച്ചിട്ട് ഇങ്ങനെ ഡ്രസ്സ് പിടിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ഇതേപോലെ ബ്ലീച്ചിങ് പൗഡർ ഇടുമ്പോൾ എനിക്കൊരു ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നിട്ടാ, ബ്ലാക്ക് ഒരു ടോപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടോപ്പായിരുന്നു. അത് ഇട്ടിട്ട് ഞാൻ ഈ ബ്ലീച്ചിങ് പൗഡർ എൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ട്, അത് ഒരു കോട്ടൺ മെറ്റീരിയലായിരുന്നു. അപ്പോൾ ഈ ബ്ലീച്ചിങ് പൗഡർ ആയിട്ട് ഞാൻ അന്ന് അലക്കാൻ വേണ്ടി എനിക്ക് പറ്റിയില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോൾ അതിലൊന്നാകെ വെള്ള കളർ പിടിച്ചിട്ടുണ്ടായിരുന്നിട്ടാ, തുണി ആകെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇട്ടിട്ട് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കട്ടെ, ഡ്രസ്സിലാവാതെ. ആ ഒരു ഓർമ്മയുള്ള കാരണം കൊണ്ട് ഞാൻ ഡ്രസ്സ് പിടിച്ചിട്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് ഇങ്ങനെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതിനി ഒരു ദിവസം ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ, നാളെ ഇനിയിപ്പോൾ ഇതിങ്ങനെ ഉരച്ച് കഴുകുള്ളൂ കേട്ടോ. എന്നിട്ട് വെള്ളം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ വൃത്തിയാവും. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാണ്ട്, ഒഴിക്കണ ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ ബ്ലീച്ചിങ് പൗഡറോ അല്ലെങ്കിൽ കുമ്മായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉരത്തിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി കഴുകിയിടണം. മഴക്കാലത്ത് നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ നമുക്ക് മഴക്കാലത്ത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇനി കുളത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുളം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കാണിക്കുമോ എന്നൊക്കെ ചില കൂട്ടുകാർ ചോദിക്കലുണ്ട് കമൻ്റാക്കിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുളം. ശരിയാക്കിയിട്ടൊന്നുമില്ല, കുറേ പഴക്കമുള്ള എത്രയോ പഴക്കമുള്ള എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉള്ള കുളമാണ് കേട്ടോ. അപ്പോൾ ഇത് പണ്ടെന്തോ എന്താ പറയുക, പണ്ടത്തെ ആൾക്കാരൊക്കെ നമ്പൂതിരിമാർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവരതൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട്, കുറേ മുന്നേ ഉള്ള ഒരു കുളമാണിത്. അപ്പോൾ ഈ കുളം അന്നൊക്കെ നല്ല കുറേ ആളുകൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ കൂടുതൽ ബാത്റൂമുകളും കിണറുകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമുണ്ട്. അന്നൊക്കെ ഈ ഒരു പരിസരങ്ങളിലുള്ള എല്ലാ ആളുകളും ഈ കുളത്തിലുണ്ടാവും എന്ന് പറയട്ടെ, എൻ്റെ ഉമ്മ പറയും, ഇവിടുത്തെ ഉമ്മ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടാവും, നിറച്ച ആളുകൾ ഇരുന്നിട്ട് ഈ ഒരു കുളത്തിൽ. അപ്പോൾ തിരുമ്പാനും കുളിക്കാനും ഒക്കെ ഇവിടെ തന്നെയായിരുന്നു. അന്ന് നല്ല വൃത്തിയായിരുന്നു. ഇപ്പോൾ അത് ആരും അങ്ങനെ ഇറങ്ങാതായിട്ട്, ആരും ഇറങ്ങാനില്ലല്ലോ, ഞാനൊരാളല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അവരൊക്കെ എപ്പോഴും വന്നു കഴിഞ്ഞപ്പോൾ ആരും ഇല്ല കേട്ടോ ഇറങ്ങൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇറങ്ങിയിട്ട് കുളിക്കും. അങ്ങനെയാണ് എപ്പോഴും നീന്തികാണ് ഇണക്കുണ്ടാകുമ്പോൾ. പിന്നെ മക്കൾ ഊരുണ്ടാകുമ്പോൾ കുളിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇറങ്ങാനൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ ഇതൊക്കെ ഒന്ന് കഴുകും. നന്നായിട്ട് വൃത്തിയാവട്ടെ ഇവിടുന്ന് തിരുമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ കിച്ചൺ ടവൽസാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തത് ഒരു 4-5 ഉണ്ട് എനിക്ക് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ കിച്ചണിൽ എപ്പോഴും ടവൽസ് ഉപയോഗിക്കുന്ന ഒരാളാണ്. കൈ തുടക്കാനും വേറെ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, അങ്ങനെ ഓരോന്നായിട്ടാണ് മാറ്റി വെക്കല കേട്ടോ. ഒരു തുണി വെച്ചിട്ട് ഞാൻ എല്ലാ ഭാഗമൊന്നും തുടക്കില്ല, ഞാൻ മാറിയിട്ടാണ് ഉപയോഗിക്കൽ. അപ്പോൾ എനിക്ക് ഈ ടവൽസ് നല്ല തിരുമ്പാനും കഴുകിടാനൊക്കെ ഉണ്ടാവും. അത് നമ്മൾ അങ്ങനെ എല്ലാത്തിനും ഒന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വൃത്തികേടാവും ചെയ്യുമ്പോൾ നമ്മൾ തുടക്കണ ഭാഗം വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് 2 ദിവസമായിട്ട് ഇപ്പോൾ ഇത് അലക്കാനും വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. മോനിക്ക് ഇന്ന് ക്ലാസ്സില്ലാത്ത കാരണം തന്നെ അവനും എൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. അവന് നന്നായിട്ട് നീന്തും. ഇക്കുണ്ടാവുമ്പോൾ ആ
മക്കൾക്കൊക്കെ കൊണ്ടുപോട്ടാ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ചെറുപ്പത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മോളെയും മോനൊക്കെ അങ്ങനെ തന്നെയാണ്. നാത്തുമാരെ മക്കളെയൊക്കെ ഇക്കാൻ എല്ലാവരും പിടിച്ച് വലിച്ചിട്ടാ കുളത്തിലേക്ക്. എന്നെയൊക്കെ പിടിച്ച് വലിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു പേടിയാണ്. ഞാൻ ഭാരതപ്പുഴയിലൊക്കെ ഞാനങ്ങനെ നീന്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നല്ല ആഴമുള്ള കുളത്തിലൊക്കെ ഇറങ്ങാൻ നീന്താനൊക്കെ എനിക്കൊരു പേടിയാണ്. നീന്തൽ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ചെറിയൊരു ഭയം അതുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വല്ലാതെ കണ്ട് ഇറങ്ങലില്ല. എന്നാൽ അഥവാ ചാടി കഴിഞ്ഞാൽ നീന്തി കയറാനുള്ള ഒരു നീന്തൽ അറിയുകയും ചെയ്യാം. അങ്ങനെയൊക്കെയാണ്. അത്യാവശ്യം ആഴുണ്ട് കേട്ടോ ആ സൈഡിലേക്കൊക്കെ. അപ്പോൾ മോന് ഒറ്റക്കായക്കാനും കൊണ്ട് അവൻ്റെ ആ ഭാഗത്തേക്കൊന്നും പോകണില്ല, പേടിച്ചിട്ട് കണ്ട് തന്നെ വരുന്നുണ്ട്. ആമ്പലാണ് കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ. ഇത് ആമ്പലിൻ്റെ ഇലകളാണ്. അപ്പോൾ ആമ്പലിൻ്റെ ഇങ്ങനെ വിത്ത് കൊടുന്നിട്ടതാണ് അതിൻ്റെ അടിയിൽ. അപ്പോൾ അവിടെ നിറച്ച് ആമ്പലിൻ്റെ തൈകളാണ്. ഇനി അത് പൂവിട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ പൂവിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ അലക്കലും അവൻ്റെ അങ്ങനെ ചാടലൊക്കെ ഇങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട്. അവന് ഇങ്ങനെ ഞാനിപ്പോൾ ഈ തിരുമ്പണേൻ്റെ അപ്പുറത്തെ സൈഡിൽ ഞാൻ അമ്പലത്തെ ഇതുണ്ടെന്നല്ലോ, അവിടെ നന്നായിട്ട് ആഴുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകണില്ല. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ പേടില്ലാതെ അങ്ങനെ നിൽക്കണമുണ്ട്. അവനോട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു പേടിയാണ് അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ അത് കണ്ടിരുന്നില്ല, ഒരു മാറ്റ് കൊടുന്നതാണ് കേട്ടോ. നല്ല വെയിറ്റുള്ള മാറ്റാണിത്. ഇതിൽ ഞാനും അവനും കൂടിയും പിടിച്ചിട്ട് നനയുന്നതിന് മുന്നേ വലിയ കുഴപ്പമില്ല, പക്ഷെ നനഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിറ്റാണിത്. ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കാൻ നല്ല സുഖമാണ് നമുക്കിങ്ങനെ കുളമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എത്ര സോപ്പാക്കിയാലോ അല്ലെങ്കിൽ എത്ര പദം ഉണ്ടെങ്കിലും നന്നായിട്ട് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മളിങ്ങനെ അലക്കരിൻ്റെ അവിടെയൊക്കെ കൊണ്ടിട്ട് നമ്മൾ കഴുകണമെങ്കിൽ പൈപ്പിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കഴുകുമ്പോൾ ഇത് അത്ര വൃത്തിയാവില്ല. പിന്നെ വലിയ പൈപ്പൊക്കെ ഇട്ടിട്ട് മോട്ടർ അടിച്ചിട്ടൊക്കെ നമ്മൾ കഴുകിയാലാണ് ഇങ്ങനത്തെ മാറ്റുകളൊക്കെ നല്ല വൃത്തിയാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ട് അങ്ങനെ കഴുകിയെടുക്കലാണ്. അങ്ങനെ നമ്മുടെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കല്ലിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ തോർന്നതിൻ്റെ ശേഷം ഇനി മോനും ഞാനും കൂടിയും കയറ്റി കൊണ്ടണം. അപ്പോൾ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് കുളിച്ച് ഇനി നമ്മൾ തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സോഫ ഒന്ന് തുടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഡെറ്റോൾ ഉപയോഗിച്ചിട്ടാണ് തുടക്കുന്നത്. മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സോഫൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരും കേട്ടോ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അങ്ങനെ വരവില്ല. ഞാനിതൊരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഡെറ്റോൾ ഒഴിച്ചിട്ടാണ് സോഫ തുടച്ചെടുക്കൽ. അപ്പോൾ ഡെറ്റോൾ വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. വൃത്തിയാവാനാണെങ്കിലും നല്ല സ്മെല്ലിനാണെങ്കിലും പിന്നെ അണുവിമുക്താക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ പെനോയിലൊന്നും യൂസ് ആക്കിയത് കേട്ടോ. സോഫൊക്കെ തുടക്കുമ്പോൾ ഇതുപോലെ ഡെറ്റോൾ തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മളൊരു ഡെറ്റോളിൻ്റെ ബോട്ടിലൊക്കെ കൊടുന്ന് വെച്ചാൽ കുറേ നമുക്ക് യൂസ് ആക്കാൻ ഉണ്ടാവും കേട്ടോ. അത് കുറച്ചാക്കിയിട്ട് നമുക്ക് ചെയ്താൽ മതി. എന്നാലും വൃത്തിക്ക് ഇതാണ് നല്ലത്. വീടിൻ്റെ ഉള്ളിലൊക്കെ ഈ ബാഡ് സ്മെല്ല് വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കേട്ടോ. നനഞ്ഞ് കൊടുന്നിടുന്ന തുണികൾ, അല്ലെങ്കിൽ ഈ നനഞ്ഞാട് കുട്ടികൾ സോഫയിൽ വന്ന് കയറിയിരിക്കുന്നത്, ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളങ്ങൾ എന്തെങ്കിലും സോഫയിൽ പോകണത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയുള്ള ഫർണിച്ചറൊക്കെ നമുക്ക് കുറേ യൂസ് ആക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ കൂടുതൽ നനച്ചും കൊണ്ട് തുടക്കരുത്. നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞിട്ട് വേണം സോഫയും കാര്യങ്ങളൊക്കെ തുടക്കാൻ. ഇങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇരുന്നിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് പോവാനും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡെറ്റോൾ വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യട്ടെ. അപ്പം ഞാനങ്ങനെയാണ് ചെയ്യൽ. പിന്നെ ഞാൻ കുഷ്യനും അങ്ങനെ തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. കുഷ്യന് പിന്നെ കവർ ഇട്ടാത്ത കുഷ്യനാണ്. ഇതിങ്ങനെ തുടച്ചെടുക്കല. ഞാൻ കവർ ഇട്ടിട്ടില്ല. ഇത് കുറച്ച് സൈസുള്ള കുഷ്യൻ നമ്മൾ ഇതിനങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കിച്ചതാണ്. അപ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് കുഷ്യൻ്റെ സൈസ് എത്രയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ കവർ ഇട്ടിട്ടില്ല. അങ്ങനെ തുടച്ചെടുത്താൽ തന്നെ എനിക്ക് വൃത്തിയാവട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ തുടക്കാമെന്ന് എഴുതിയിട്ട് അതാണ് കവറിടാത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് അതും വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈസോളും പിന്നെ ഡെറ്റോളൊക്കെ ഞാൻ യൂസ് ആക്കലുള്ളൂ. ഞാൻ പെനോയിൽ അങ്ങനെ യൂസ് ആക്കലില്ല. ഇപ്പോൾ ഒരാൾ കമൻറ്റ് ചോദിച്ചിരുന്നു പെനോയിൽ യൂസ് ആക്കാൻ വേണ്ടി പറ്റുമെന്ന്. അപ്പോൾ അതാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് കേട്ടോ. പെനോയിൽ നമ്മൾ ബാത്റൂമിലൊക്കെ സ്മെല്ല് പോവാതിരിക്കാൻ അങ്ങനെയൊക്കെ നമുക്ക് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ തുടക്കണ വെള്ളത്തിലും നമുക്ക് ഒഴിച്ചു കൊടുക്കുക. പക്ഷേ അത് വൃത്തിയാവണതിന് നമ്മൾ ഈ ലൈസോൾ, ഡെറ്റോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ് നല്ലത്. ഇപ്പോൾ ഇത് ലൈസോളാട്ടോ. ഇനി ഞാൻ തുടച്ചെടുക്കണം. അപ്പോൾ ആ വെള്ളം മാറ്റിയിട്ടുണ്ട്. വേറെ വെള്ളത്തിലേക്കാണ് നമ്മൾ ലൈസോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ലൈസോളും നമ്മൾ ഒഴിച്ചിട്ട് ഇങ്ങനെ തുടക്കണമെങ്കിൽ ഈ ഒരു മഴക്കാലത്ത് ഉണ്ടാവുമല്ലോ, ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഒട്ടലുണ്ടാവും കേട്ടോ. നിലമൊക്കെ അങ്ങനെ ഒരു ഒട്ടലുണ്ടാവും. ചില വീടുകളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടുമ്പോൾ തന്നെ അറിയാം ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒട്ടലുണ്ടോ വൃത്തിയുണ്ടോ എന്നൊക്കെ നമുക്ക് ആ ചവിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഇത് അറിയാം കേട്ടോ.
അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒട്ടൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ പെട്ടെന്ന് വൃത്തിയായി കിട്ടാനും ഒരുപാട് പ്രാവശ്യം തുടക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒറ്റ പ്രാവശ്യം മുറുക്കി പിഴിഞ്ഞിട്ട് തുടച്ചാൽ തന്നെ നല്ല വൃത്തി ഉണ്ടാവും വീട്ടിൻ്റെ ഉള്ളിൽ. എണ്ണ അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പോവാൻ ലേസോൾ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ അതിലൊരു അതൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ പണ്ടൊക്കെ വീട്ടമ്മമാർ വീട് തുടച്ചിരുന്നത് ഇടയ്ക്ക് സോപ്പും പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അതിട്ടൊരു പ്രാവശ്യം ഇടയ്ക്ക് തുടക്കുമായിരുന്നു. എന്നിട്ട് നല്ല വെള്ളത്തിൽ കൊണ്ടുപോയി വീണ്ടും തുടക്കുമായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ പോകാനെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമുക്ക് ഈ ലേസോൾ ഒഴിച്ച് കണ്ട് തന്നെ തുടച്ച് കഴിഞ്ഞാൽ തന്നെ എന്നും തുടക്കണ വെള്ളത്തിൽ ലേസോൾ ഒഴിച്ച് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വീട് നല്ല വൃത്തി തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളൊരു ബോട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ എന്തായാലും യൂസ് ആക്കാൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് വെക്കലാണ്. മൈക്രോ ഫൈബറിൻ്റെ മോപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തുടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നല്ല വൃത്തിയാവട്ടെ. നമുക്ക് മറ്റേ സാധാ മോപ്പ് ഉപയോഗിച്ചിട്ട് തുടക്കണേക്കാട്ടിലും മൈക്രോ ഫൈബറിലാവുമ്പോൾ വേഗം തുടക്കുമ്പോൾ വൃത്തിയായി കിട്ടും. അപ്പോൾ അങ്ങനെ ഇത് മൈക്രോ ഫൈബറിലുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു ഐറ്റം കൂടി ഉണ്ട്. പിന്നെ മാറി മാറി നമ്മൾ തുടക്കലുണ്ട്. അങ്ങനെ എല്ലായിടും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണികൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആരും ലൈക്ക് ചെയ്യാതെ പോയതിട്ടാ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ അറിയിക്കുക. ഇങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ അറിയിക്കട്ടാ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്നും വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ചില കൂട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ശ്രമിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എന്തായാലും കമൻസുകൾ അറിയിക്കുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.